ഇങ്ങനെ ചില സമയത്ത് നമുക്ക് തോന്നും മലയാളത്തിൽ ഇങ്ങനെ കിട്ടുന്നില്ലല്ലോ, ബാക്ക് ടു ബാക്ക് മൂവീസ് ഒന്നും അങ്ങനെ എനിക്ക് കിട്ടുന്നില്ലല്ലോ കുറേ വർഷമായി. എപ്പോഴെങ്കിലുമൊക്കെ ഒരു നല്ല മൂവി സംഭവിക്കാറുണ്ട്. ഇപ്പോൾ തമിഴിൽ ഞാൻ ചെയ്ത മൂവീസിൻ്റെ അങ്ങനത്തെ ഒരു പെർഫോമൻസ് സ്പേസ് ഉള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാല്യൂ ഉള്ള സിനിമകൾ എനിക്ക് വളരെ കുറച്ചാണ് കിട്ടിയിട്ടുള്ളൂ. ഇപ്പം പൊറിഞ്ചുമറിയം ജോസ്, വാസന്തി, ചതുരം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ, അതല്ലാതെ എല്ലാം. അപ്പം അങ്ങനെ ചില സമയത്ത് ആലോചിക്കും, അയ്യോ എന്തുകൊണ്ടായിരിക്കും. ഇപ്പം തന്നെ ഞാൻ 1 വർഷത്തിൽ കൂടുതലായി ഒരു മലയാള സിനിമ കമ്മിറ്റ് ചെയ്തിട്ടും അഭിനയിച്ചിട്ടും ഒക്കെ. അപ്പം ആലോചിക്കും റീസൺ എന്താ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, എന്താണെന്ന് എനിക്കും അറിയില്ല. പക്ഷെ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടായിരിക്കും. അപ്പം ശരി, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കണം. ഇപ്പം സന്തോഷമാണ്. ഇപ്പം നമ്മൾ തമിഴിൽ ചെയ്യുന്നു, നമ്മളുടെ ആഗ്രഹം സാധിക്കുന്നുണ്ടല്ലോ, എവിടെയാണെങ്കിലും നന്നായി വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെയായിരുന്നു. അത്രയും സ്വീറ്റാണ് സാറ്. ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, സെറ്റിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഓരോ ഷോട്ട് കഴിയുമ്പോഴും ആ ഷോട്ട് നന്നായിരുന്നു എന്ന് വന്ന് പറയാനുള്ളൊരു സമയം അദ്ദേഹം കണ്ടെത്തും. അത് അന്നത്തെ ദിവസം പറയാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഓർത്ത് വെച്ചിട്ട് പറയും. അപ്പം അങ്ങനെ ഓരോ ദിവസവും ഈ 32-40 ദിവസം നമ്മൾ അഭിനയിച്ചു. ഈ 40 ദിവസവും നമ്മുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ആ ചെയ്ത നന്നായി, ആ സീൻ നന്നായി, അങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഊർജ്ജമാണ്. അപ്പം അങ്ങനെ ഒരു കോ സ്റ്റാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത സന്തോഷം. പിന്നെ സാറിൻ്റെ ലൈഫ് തന്നെ നല്ലൊരു ഒരു പാഠമാണ് നമുക്ക്. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ ആഗ്രഹത്തിന് ഫോളോ ചെയ്യുക. അതിനുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് സാറിൻ്റെ ലൈഫ് തന്നെ. അപ്പോൾ അത് വഴിയെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഓരോരോ കഥകളിലൂടെയും സിനിമയിലൂടെ. സോ അത്രയും നല്ല ഒരു വ്യക്തിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. സാറ് മാത്രമല്ല കേട്ടോ, ഇപ്പം അതിൽ അഭിനയിച്ച എല്ലാവരുടെയും കൂടെ കുറേ സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, JP സാറ്, രാജ്കിരൺ സാറ്. സോ എല്ലാവരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഐഷു ഞാനും ഞങ്ങൾ സെയിം അല്ലെങ്കിൽ വൈബ് അങ്ങനെയാണെങ്കിൽ പോലും ഐഷുവിൻ്റെ കൂടെ കുമാരിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് പോലെ അല്ല എനിക്ക് ഇതിൽ കുറച്ചും കൂടി ഐഷു ആ ഇമോഷൻസിനെ, ആ പ്രോസസ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ നമുക്കും ഒരു ലേണിംഗ് പ്രോസസ്സ് തന്നെയാണ്. എങ്ങനെയായിരിക്കും ഒരു സെറ്റിൽ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ. അപ്പോൾ ഓരോ പ്രാവശ്യം എല്ലാവരും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതെല്ലാം കണ്ട് മനസ്സിലാക്കി നല്ല രസമുള്ള ഒരു 40 ദിവസത്തെ വർക്കായിരുന്നു. ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു സിനിമ പോലെ തന്നെ. അപ്പം ഹാപ്പിയാണ്.